ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ വീടൊക്കെ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിൽ ഈ ചെറിയ ഒരു ഗ്രൂ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. അതെന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനൊരു ഭംഗി കിട്ടും. കാരണം പ്ലെയിൻ ചുവരായിരിക്കുമ്പോൾ നമുക്കൊരു കാണാനൊരു ലുക്ക് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഗ്രൂ കട്ട് ചെയ്യുമ്പോൾ നമ്മളതിൽ 2 കളർ പെയിൻറ്റ്, അതായത് ഈ ഗ്രൂവിനകത്തൊരു കളറ് അതിൻ്റെ ഔട്ട്സൈഡ് വേറെ കളർ പെയിൻ്റ് അടിച്ച് എടുക്കുമ്പോൾ കാണാൻ ഭയങ്കര ലുക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വർക്കാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഗ്രൂ അറുക്കുന്നതിൻ്റെ അളവെന്ന് പറയുന്നത് 8 ഇഞ്ച് വീതി, മിനിമം നോർമൽ വീതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം ഒരുപാട് 8 ഇഞ്ചിലേക്കാൾ വലുതായി കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി കാണില്ല, ചെറുതായാലും ഒരു ഭംഗി കാണില്ല. അതുകൊണ്ടാണ് 8 ഇഞ്ച് നമ്മൾ കറക്റ്റ് അളവിനെടുത്ത് ഗ്രൂ അറുക്കുന്നത്. അപ്പോൾ ഈ ഗ്രൂ ഒക്കെ അറുത്തിട്ട് ഉള്ളതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അടുത്തത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഗ്രൂ കട്ട് ചെയ്യുന്ന രീതി അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഈ ഗ്രൂ കട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന റീപ്പർ എന്ന് പറയുന്നത് നമ്മളെ പ്ലൈവുഡാണ്, MC വുഡിൻ്റെ പാനലിംഗ് വുഡാണ്. അപ്പോൾ അത് കറക്റ്റ് 1 ഇഞ്ച് നമുക്ക് വീതിയുണ്ട്. ആ ചാല് 1 ഇഞ്ച് കനം കിട്ടും, 1 ഇഞ്ച് കണക്കിന് കനം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇത് വെച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഈ ഗ്രൂ ഒക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല ഇതിൽ വരണമെങ്കിൽ 2 ഡബിൾ പ്ലാസ്റ്ററിങ് ചെയ്യണം. ആദ്യം ഒരു പ്രാവശ്യം റഫായിട്ട് പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷം രണ്ടാമത് പ്ലാസ്റ്ററിങ് ചെയ്ത് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഇത് കിട്ടും. അപ്പോൾ ഇവിടെ ചിലവ് ചുരുക്കി, ക്ലയൻറ്റിന് ചിലവ് ചുരുക്കി മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരുപാട് താഴ്ത്തിയല്ല ഇതിൻ്റെ ഗ്രൂ കട്ട് ചെയ്യുന്നത്. കാരണം ഒരുപാട് താഴ്ത്തി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വീഴുമ്പോൾ കറക്റ്റ് കല്ലിൽ പിടിക്കും. അപ്പോൾ കല്ലിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് ശകലം കനം കൂട്ടി, നമ്മൾ സാധാ പ്ലാസ്റ്റർ ചെയ്യുന്നതിനേക്കാളും കനം കൂട്ടിയാണ് ഇവിടെ പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഗ്രൂ ഇറക്കുമ്പോൾ കല്ല് കറക്റ്റ് ഈ ഹോളോ ബ്രിക്ക് ഒരയാത്ത രീതിയിൽ ചെറിയൊരു കനം കുഴിയിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അടുത്തത് ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കും. നമുക്ക് ഫുൾ ചുവര് അടിച്ചിട്ട് നമുക്ക് വാട്ടർ ഇത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പകുതി വിറ്റി നമ്മൾ അടിച്ച് പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഇത്രയും കട്ട് ചെയ്ത്. ഇനി ഇതിൻ്റെ ഈ കാണുന്ന സൈഡും കറങ്ങി വരും. അപ്പോൾ അതും കൂടി കറങ്ങി വരുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ശരിക്കുമുള്ള ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഈ പ്ലെയിൻ ചുവരൊക്കെ വരുമ്പോൾ ഇങ്ങനൊരു കട്ടിങ് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം കാണാൻ നല്ല ചന്ത വരും. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം 8 ഇഞ്ച് വീതിക്ക് എടുത്ത് വരുമ്പോൾ ഈ താഴത്തെ ഇത് കംപ്ലീറ്റും നമ്മൾ ഫിനിഷ് ചെയ്ത് തീരുമ്പോൾ ഭയങ്കര ലുക്കാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.